എൽബീസ് കോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആവക്കാഡോ കൊണ്ടുള്ളൊരു സാലഡാണ്. അതായത് ആവക്കാഡോ എന്ന് പറയുമ്പം ഇതാണ് എൻ്റെ ഫ്രൂട്ട്. ഇതിപ്പോൾ ഇച്ചിരി കറക്റ്റായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അത് പണ്ടൊക്കെ അമേരിക്കാസിലാണ് അതിൻ്റെ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആൾക്കാരും അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒത്തിരി പേർക്ക് അതിൻ്റേതായത് എങ്ങനെ ഉപയോഗിക്കണം, അതെന്താ അതിൻ്റെ ടേസ്റ്റ് ഇതിലല്ലോ. പിന്നെ അതിനത് അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ അവരിപ്പം കടകളിലൊക്കെ പോയി അവക്കാഡോ ജ്യൂസ് കിട്ടുന്നുണ്ട്, അവക്കാഡോ പുഡിങ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതായത് ആ ഫ്രൂട്ടിൽ സകല വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും മുഖ്യം. കാരണം ഹാർട്ടിന് നല്ലതാണ്, ക്യാൻസറിന് തടയാൻ നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, ബ്രെയിൻ ഫങ്ഷന് നല്ലതാണ്. എല്ലാം കൊണ്ടും ഒരു വിറ്റാമിൻ നിറഞ്ഞൊരു ഫ്രൂട്ടാണ് ആവക്കാഡോ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചിരിക്കും. ചിലരത് പ്ലെയിനായിട്ട് കഴിക്കും, സാലഡായിട്ട് കഴിക്കും, പുഡിങ്സ് ആയിട്ട് കഴിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഒന്ന് കാണിക്കാൻ പോകുന്നത് സാലഡാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിങ്ങനെ പഴുത്ത പാകമായിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് അതിങ്ങനെ ഹാഫായിട്ട് നമ്മൾ ഇങ്ങനെ, അതിനകത്ത് വലിയൊരു സീഡുണ്ട്. ആ സീഡ് നമ്മൾ മാറ്റുക. ഇതാണ് സീഡ്. അതിനെ കാണുമ്പോൾ ഇതൊന്നും സീഡെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ സീഡ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ഇത് കഴിക്കും. ഇത് നല്ലപോലെ സ്കൂപ്പ് ചെയ്തിങ്ങനെ എടുക്കുക. പക്ഷെ എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അവരിതിങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കും. അവർക്കൊന്നും വേണ്ട, പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. എന്താ ഇങ്ങനെ വരുന്നത്. നല്ല സോഫ്റ്റാണ്. പക്ഷെ നമ്മൾ കരിക്കൊക്കെ കഴിക്കുന്നവരാണ് കരിക്കിൻ്റെ ടേസ്റ്റും ഉണ്ട് അതിൽ. നല്ല സോഫ്റ്റായിട്ട്. എന്നിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ മാഷ് ചെയ്യണം. ഇത് പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ്. പ്ലെയിനായിട്ട് കഴിക്കുന്നതിന് വേറൊരു ടേസ്റ്റ്. അതിങ്ങനെ നമ്മൾ കുറച്ച് മാഷ് ചെയ്യണം. എന്നിട്ട് ഒത്തിരി മാഷ് ചെയ്യണ്ട, കുറച്ച് കടിക്കാൻ പാകത്തിൽ അതൊക്കെ ഒന്ന് മാഷ് ചെയ്യുക. മാഷ് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ ഇടാം, കുറച്ച് ഓനിയൻ ഇടാം, കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഇടുന്നുണ്ടോ ഇല്ല. ഞങ്ങൾ സാധാരണ പെപ്പർ ഇട്ടാൽ ഗ്രീൻ ചില്ലി എരിവ് അനുസരിച്ച്, എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പെപ്പർ ഇടാം. എന്നിട്ട് ശകലം ഒരു നുള്ള ഉപ്പ്. ഇതിൻ്റെയൊക്കെ പ്ലെയിനായിട്ട് കഴിക്കുന്ന ടേസ്റ്റ് വേറെയാണ്. ഇതൊക്കെ ഇടാതെ കഴിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റാണ് പ്ലെയിനായിട്ട് കഴിച്ചത്. കരിക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും, സോഫ്റ്റായിട്ട്. പക്ഷെ നമുക്ക് ഇതാണ് അവക്കാഡോ സാലഡ്. നമുക്ക് വളരെ നല്ലതാണ്. ഇത് ചപ്പാത്തിയോടെ കഴിക്കാം. പിന്നെ ബ്രെഡിൻ്റെ പുറത്ത് തേച്ച് കഴിക്കാം, ബ്രെഡ് ടോസ്റ്റായിട്ട്. അല്ലെങ്കിൽ നല്ല ക്രിസ്പായിട്ടുള്ള ദോശയുടെ കൂടെ കഴിക്കാം, എന്തിനും കഴിക്കാം. പക്ഷെ പ്ലെയിനായിട്ട് ഇങ്ങനെ സാലഡ് കഴിക്കുന്നത് നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇതൊരു കുറച്ച് സാലഡ് കഴിക്കുകയാണെങ്കിൽ അത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇല്ലെങ്കിൽ എല്ലാ ചെറിയ കടകളിലും കിട്ടുന്നുണ്ട് അവക്കാഡോ. പക്ഷേ ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഇത് അധികം ആരും വാങ്ങാതിരിക്കുന്നത്. 300 റുപ്പീസ് 280 റുപ്പീസൊക്കെ കാണും. എന്നാലും ചിലപ്പോൾ ഇടയ്ക്ക് വാങ്ങണം, അത് കഴിക്കണം. നല്ലതാണ്, നല്ലൊരു ഹെൽത്തി സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.